പ്രൈസ് ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും വീണ്ടും സ്നേഹവന്ദനം. ഒരിക്കൽ കൂടി നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നുവെന്ന് കർത്താവ് വിശ്വസിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് മനുഷ്യൻ്റെ ആരംഭം, മനുഷ്യൻ്റെ ഉൽപ്പത്തി. ആരാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ഏതു വസ്തു കൊണ്ടാണ് മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടത്? എന്തിനു വേണ്ടി മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടു? ഇവയുടെ ഒക്കെ ഉത്തരം വിശുദ്ധ ബൈബിളിൽ നിന്നും നമ്മൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു വരികയായിരുന്നു. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് യഹോവയായ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഉൽപ്പത്തി പുസ്തകം 1:26, ആവർത്തന പുസ്തകം 4:32, യെശയ്യാവ് 43 അധ്യായത്തിൽ എല്ലാം പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇന്നലെ ചിന്തിച്ചു. യേശുക്രിസ്തുവാണ് മനുഷ്യൻ്റെ സൃഷ്ടിതാവ് എന്ന് യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 3 പറയുന്നു. പരിശുദ്ധാത്മാവാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 33 അധ്യായം 4 നമ്മൾ കാണുന്നു. അർത്ഥാൽ മനുഷ്യൻ്റെ സൃഷ്ടിക്ക് പിന്നിൽ ത്രിയേക ദൈവമാണ്. നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. മണ്ണുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഉൽപ്പത്തി പുസ്തകം 2 അധ്യായത്തിൻ്റെ 7 നിന്നും ഒക്കെ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായി. ദൈവം തൻ്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് നമ്മളെ സൃഷ്ടിച്ചുവെന്ന് ഉൽപ്പത്തി പുസ്തകം 2 അധ്യായത്തിൽ നിന്നും നമ്മൾ പഠിച്ചു. തുടർന്ന് നമുക്ക് മനുഷ്യൻ്റെ പ്രത്യേകതകൾ, എന്തിനു വേണ്ടി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്നെല്ലാമുള്ള കാര്യങ്ങളെ ഇന്ന് നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിൻ്റെ 27 നമ്മൾ കാണുക, ദൈവസ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവസ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. സ്വരൂപവും സാദൃശ്യവും എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ധാർമ്മിക ഗുണവിശേഷണങ്ങൾ ദൈവം മനുഷ്യനിലേക്ക് പകർന്നു നൽകി എന്നതാണ്. അല്ലാതെ ദൈവം ആത്മാവാകുന്നുവെന്ന് നമുക്കറിയാം. ദൈവത്തിന് ഒരു പ്രത്യേക രൂപം ഇല്ല എന്ന് നമ്മൾ ചിന്തിച്ചു. ദൈവം മനുഷ്യനിലേക്ക് ദൈവത്തിൻ്റെ ധാർമ്മിക ഗുണവിശേഷണങ്ങൾ പകർന്നു നൽകി. സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, പരോപകാരം, ഇവയൊക്കെ ദൈവത്തിൽ നിന്ന് ആണ് മനുഷ്യന് ലഭിച്ചിരിക്കുന്നത്. ദൈവത്തിൽ 3 ആളത്വങ്ങളുണ്ട്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. നമ്മളാകുന്ന മനുഷ്യനിലും 3 ഘടകങ്ങളുണ്ട്. അതാണ് ആത്മാവ്, പ്രാണൻ, ദേഹം. ഉൽപ്പത്തി പുസ്തകം 2:7 വചനം പറയുന്നു, തൻ്റെ ശ്വാസത്താൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം ഉണ്ടാക്കിയ മനുഷ്യരൂപം ജീവനുള്ള ദേഹിയായി തീർന്നത് ദൈവത്തിൻ്റെ ശ്വാസം അവനിലേക്ക് ഊതിയപ്പോഴാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു എന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 33 അധ്യായം 4 നമ്മൾ കാണുകയാണ്. ഇതര സൃഷ്ടിജാലങ്ങൾക്ക് ദൈവത്തിൻ്റെ ശ്വാസമായ ആത്മാവില്ല. അതാണ് ഇതര സൃഷ്ടികളിൽ നിന്നും മനുഷ്യനെ ശ്രേഷ്ഠനാക്കി മാറ്റുന്നത്. മനുഷ്യനിൽ ഒരാത്മാവുണ്ട്, നാശമില്ലാത്ത, ഒരിക്കലും നാശമില്ലാത്ത ഒരു ആത്മാവ് മനുഷ്യനിൽ ഉണ്ട്. അതുകൊണ്ട് മനുഷ്യൻ്റെ ദേഹി അതിൻ്റെ വികസിതമായ രൂപത്തിലാണ്. അപ്പോൾ ദേഹി എന്ന് പറയുമ്പോൾ മനസ്സ്, ബുദ്ധി, ഇച്ഛ, വികാരം ഇവയെല്ലാം ചേരുന്നതാണ് ദേഹി. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലെ ആത്മാവ്, ആ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവിനായിട്ട്, ദൈവത്തിൻ്റെ ആത്മാവിലേക്ക് ചേരുവാൻ കാക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നിലേക്ക് ചേരുവാൻ ദാഹിക്കുന്നു എന്ന് സങ്കീർത്തനകാരൻ പറയുക. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ഉള്ളിൽ ഉള്ള ആത്മാവ് എപ്പോഴും ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കും, എപ്പോഴും ദൈവത്തിൻ്റെ അടുക്കൽ ഇരിക്കുവാൻ കാക്ഷിച്ചു കൊണ്ടേയിരിക്കും, ദൈവത്തിൻ്റെ വചനത്തിനായി ദാഹിച്ചു കൊണ്ടേയിരിക്കും, ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിനായി ദാഹിച്ചു കൊണ്ടേയിരിക്കും, ദൈവവചനം പറയുന്നതിനായി ദാഹിച്ചു കൊണ്ടേയിരിക്കും, ദൈവത്തിൻ്റെ സാക്ഷിയാകുന്നതിനായി ദാഹിച്ചു കൊണ്ടേയിരിക്കും. പ്രൈസ് ലോർഡ്. നമ്മുടെ ഉള്ളിൽ ആ ദാഹമുണ്ടോ? നമ്മുടെ ഉള്ളിലെ ദാഹമുണ്ടോ? അധികമായ ആ ദാഹം വർദ്ധിച്ചു വരേണ്ടതിന് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഇതര സൃഷ്ടിജാലങ്ങൾക്ക് ദൈവത്തിൻ്റെ വിശ്വാസമായ ആത്മാവില്ല. മനുഷ്യനിൽ ആത്മാവുണ്ട്. അതാണ് നമ്മളെ ഇതര സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്.
ഈ ആത്മാവിനാൽ നമുക്ക് ദൈവത്തോട് ഇടപെടുവാൻ കഴിയും. നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായി ചേരുവാൻ എപ്പോഴും കാക്ഷിച്ചു കൊണ്ടേയിരിക്കും. ദൈവസന്നിധിയിലിരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ, ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം, ഇതെല്ലാം നമ്മുടെ ഉള്ളിലെ ആത്മാവ് ദൈവാത്മാവിന് വേണ്ടി ദാഹിക്കുന്നതാണ്. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ശരീരത്തിൻ്റെ വിശപ്പിന്, നമ്മുടെ ശരീരം ക്ഷീണിക്കുമ്പോൾ, നമുക്ക് ശരീരത്തിന് ദാഹമുണ്ടാകുമ്പോൾ എല്ലാം നമ്മൾ അതിനു വേണ്ട പോഷകങ്ങൾ പകർന്നു കൊടുക്കുന്നത് പോലെ, അതിനു വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിൻ്റെ ദാഹവും എത്ര അധികമായി നമ്മൾ തീർക്കുവാൻ ഉത്സാഹിക്കേണ്ടതുണ്ട്. ദൈവസന്നിധിയിലിരിക്കുക, പ്രാർത്ഥിക്കുക. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനായ മനുഷ്യനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. ആ ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ നമുക്കും ഉൾപ്പെടുവാൻ ഇടയായതോർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നേരുള്ളവനായിട്ടാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ നമ്മളങ്ങനെ കാണുക. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. അവനോ അനേകം സൂത്രങ്ങൾ അന്വേഷിച്ചു വരും. അപ്പോൾ ദൈവം നമ്മളെ സൃഷ്ടിച്ചത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നേരുള്ളവനായിട്ടാണ്. പിന്നെ എന്താണ് അവൻ അനേകം സൂത്രങ്ങൾ അന്വേഷിച്ച് നടക്കാൻ കാരണം? നേര് ദൈവത്തിൽ നിന്ന് മനുഷ്യന് ലഭിച്ചതുപോലെ അസത്യവും വഞ്ചനയും ദുഷ്ടതയുമെല്ലാം സാത്താനിൽ നിന്ന് മനുഷ്യൻ പ്രാപിക്കുവാൻ ഇടയായിത്തീർന്നു. നേരിൻ്റെ വഴിയിലൂടെ നാം ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെല്ലാം സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, സമൃദ്ധിയോടെ എല്ലാം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ദുഷ്ടനായ പിശാച് ആഗ്രഹിക്കുന്നു. അവൻ വന്നത് അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനുമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. ദൈവം വന്നത് നമുക്ക് ജീവൻ നൽകുവാനും സമൃദ്ധമായി നൽകുവാനാണ് കർത്താവ് ഇറങ്ങി വന്നത്. എന്നാൽ ദുഷ്ടൻ നമ്മുടെ ആരോഗ്യം മോഷ്ടിക്കുവാൻ, നമ്മുടെ സമ്പത്ത് മോഷ്ടിക്കുവാൻ, നമ്മുടെ സമാധാനം മോഷ്ടിക്കുവാൻ എല്ലാമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഈ ദുഷ്ടനെ തോൽപ്പിച്ച്, ഈ ദുഷ്ടൻ്റെ തന്ത്രങ്ങളെ ജയിച്ച് ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയിൽ നമ്മൾ ശരണപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് ജയകരമായൊരു ജീവിതം നയിക്കാൻ കഴിയത്തുള്ളൂ. ഈ ലോകം നേരും നെറിയുമില്ലാത്തതായി മാറിയിരിക്കുന്നു. വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. വല്ലാത്തവരും ദുഷ്ടരുമായ മനുഷ്യർ നിരന്തരം പെരുകിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ മറ്റുള്ളവരെ പറ്റിക്കാം, എങ്ങനെ സമ്പന്നനായി ജീവിക്കാം, എങ്ങനെ അതാരെ കൊന്നിട്ടാണെങ്കിലും എനിക്ക് സന്തോഷമായി ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന തലമുറകൾ, ദൈവത്തെ പോലും എങ്ങനെ ആദായ സൂത്രമാക്കി മാറ്റാമെന്ന് ചിന്തിക്കുന്ന ദൈവദാസന്മാരും ദൈവ മക്കളെന്ന് അവകാശപ്പെടുന്നവരും ഒക്കെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്നും കർത്താവിൻ്റെ അത്യന്ത ശക്തിയാൽ ശരണപ്പെട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം ജയകരമായിട്ട് നയിക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, പക്ഷെ അവനോ അനേകം സൂത്രങ്ങൾ അന്വേഷിച്ച് വരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയുവാൻ ഇടയാകരുത്. ദാവീദിൽ ചില കുറവുകളുണ്ടായപ്പോഴും, ദാവീദിൽ ചില വീഴ്ചകളുണ്ടായപ്പോഴും എല്ലാം പക്ഷെ ദൈവം പറയുകയാണ്, ദാവീദിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. കാരണം കുറവ് വന്നത് ദാവീദ് ഏറ്റുപറഞ്ഞു. നിൻ്റെ പരിശുദ്ധനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിൽ കുറവുകളോ വീഴ്ചകളോ എന്തെങ്കിലും അബദ്ധവശാൽ സംഭവിച്ചു പോയാലും ദൈവസന്നിധിയിൽ ചെന്ന് നിരപ്പ് പ്രാപിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ച് മുന്നോട്ട് നീങ്ങണം. ആദായ സൂത്രങ്ങളെ അന്വേഷിക്കരുത്. ഹല്ലേലൂയ. ജീവിതത്തിൽ വന്നുപോയ കുറവുകൾക്ക് എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരെ പഴി പറഞ്ഞ്, കുറ്റം പറഞ്ഞ്, സൂത്രങ്ങൾ കണ്ടുപിടിച്ചതിനെ നികത്താമെന്ന് കരുതരുത്. ഹല്ലേലൂയ. ഹൃദയം ദൈവസന്നിധിയിൽ
നേരുള്ളതായിരിക്കാൻ കർത്താവെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ആ വാക്യമൊക്കെ ചിന്തിച്ചു. തൻ്റെ മഹത്വത്തിനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്നുവെന്ന് തൻ്റെ ജനത്തെ സംബന്ധിച്ച് ദൈവം പറയുക. ചിന്ത, വാക്ക്, പ്രവൃത്തി ഇവയാൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണം. യെശയ്യാ 43:7 3 എബ്രായ പദങ്ങളെ അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുക. അവിടെ പറയുന്നു, ബാറ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചു. മണ്ണുകൊണ്ടാണ് മനുഷ്യൻ ഉണ്ടാക്കിയതെങ്കിലും ആ മണ്ണും ഭൂമിയും ഒക്കെ വന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നാകൊണ്ട് നമ്മെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുവാൻ അവിടെ ബാറ എന്ന വാക്ക് ഉപയോഗിക്കുക. നിർമ്മിച്ചു എന്നതിന് ആസ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എബ്രായ ഭാഷയിൽ ആസ എന്ന പദം അഥവാ രൂപം നൽകി എന്നുള്ള അർത്ഥമാണ് അതിന് വരുന്നത്. ഉണ്ടാക്കി എന്നതിന് വരുന്ന പദം യാസ്റ്റർ എന്ന പദമാണ്. യാസ്റ്റർ എന്നാൽ ഉണ്ടാക്കി എന്ന അർത്ഥം. ഹല്ലേലൂയ. അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നും നമുക്ക് രൂപം തന്ന് ദൈവം നമ്മളെ സൃഷ്ടിച്ചു എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ബാറ എന്നത് ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യമാണ്. മനുഷ്യരെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് ഒരു വസ്തുവിനെ വേറൊരു വസ്തുവൊക്കെ ആക്കി മാറ്റാനൊരു പക്ഷേ കഴിഞ്ഞേക്കും. എന്നാൽ ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തെങ്കിലും നിർമ്മിക്കുവാനോ സൃഷ്ടിക്കുവാനോ ഒന്നും നമുക്ക് കഴിയത്തില്ല. അത് ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യമാണ്. അപ്പം ശൂന്യതയിൽ നിന്നും ദൈവം സകലതും സൃഷ്ടിച്ചുവെങ്കിൽ, നമ്മയും സൃഷ്ടിച്ചുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ ഏതൊക്കെ മേഖലകളിലാണോ ശൂന്യത അനുഭവിക്കുന്നത് ആ ശൂന്യതയും നീക്കിക്കളയുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? എവിടെയാണ് പ്രതിസന്ധി? എവിടെയാണ് വേദന? എവിടെയാണ് സങ്കടം? അതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? എവിടെയാണ് ഇല്ലായ്മ? എവിടെയാണ് ശൂന്യത? അതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്നേൽപ്പിച്ചു കൊടുക്കാമോ? ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവം നിങ്ങളുടെ വിഷയത്തിലും അത്ഭുതകരമായി ഇടപെട്ട് നിങ്ങളുടെ പ്രതിസന്ധികളെ തീർത്തു തരുവാൻ മതിയായ ദൈവമാണ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, സ്തോത്രം. 100-ാം സങ്കീർത്തനം 3-ാം വാക്യം. ആ വാക്യത്തെ നമ്മൾ കാണുക, യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു, അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അപ്പോൾ ദൈവത്താൽ നയിക്കപ്പെടേണ്ടതിനായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ദൈവത്താൽ നയിക്കപ്പെടണം. ദൈവത്താൽ നയിക്കപ്പെടേണ്ട ആടുകളാണ് നാം. സാത്താനാലോ ഭാവിയായ മനുഷ്യൻ്റെ ചിന്തകളാലോ ദർശനങ്ങളാലോ ഒന്നും നയിക്കപ്പെടേണ്ടവരല്ല നാം. നല്ല ഇടയനായ യേശുവിൻ്റെ ശബ്ദം കേട്ട് അനുഗമിക്കേണ്ട ജനമാണ് നാം. അവൻ്റെ ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിൻ്റെ പിന്നാലെ അനുഗമിക്കുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 23-ാം സങ്കീർത്തനത്തിൽ നമ്മൾ നല്ല ഇടയനെക്കുറിച്ച് കാണുകയാണ്. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നമ്മെ നടത്തുന്ന നല്ല ഇടയൻ, സ്വസ്ഥതയുള്ള വെള്ളം നമുക്ക് തരുന്ന ഇടയൻ, നമ്മുടെ പ്രതിസന്ധികളിൽ കുരുൾ താഴ്വരയിൽ കൂടി നമ്മളോട് കൂടെ നടക്കുന്നവനായ ദൈവം. ആ നല്ല ദൈവത്തെക്കുറിച്ച് 23-ാം സങ്കീർത്തനം പറയും. ഒരിക്കൽ ഒരു കുഞ്ഞിനോട് സൺഡേ സ്കൂളിൽ വെച്ച് 23-ാം സങ്കീർത്തനം പറയുവാൻ അതിൻ്റെ അധ്യാപകർ ആവശ്യപ്പെട്ടു. ആ കുട്ടി 23-ാം സങ്കീർത്തനമൊക്കെ നല്ലവണ്ണം പഠിച്ചിട്ടൊക്കെ സദസ്സിന് മുമ്പിൽ പറയുവാനായിട്ട് കടന്നു വന്നു. എന്നാൽ അധികം ആളുകളെ കണ്ടപ്പോൾ, കുറച്ചധികം ആളുകൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഈ കുട്ടി പഠിച്ചു വന്നതൊക്കെ പലതും മറന്നുപോയി. സഭാകമ്പം മൂലം കുട്ടിക്ക് പല വാക്യങ്ങളും ഓർമ്മയില്ലാതെയായി മാറി. കുട്ടി പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നു. ബാക്കി ഭാഗം കുട്ടി മറന്നുപോയി. പല പ്രാവശ്യം ഓർത്തെടുക്കാൻ ശ്രമിച്ചു. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് അതിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കുട്ടി അവസാനം പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നു, അത് മതി.
അത് മതി പ്രിയപ്പെട്ടവരെ. ഏറ്റവും വലിയ ആ സന്ദേശം ആ കുട്ടി അവിടെ പറഞ്ഞു കഴിഞ്ഞു. ദൈവം എൻ്റെ ഇടയനാണെങ്കിൽ, യഹോവ എൻ്റെ ഇടയനാണെങ്കിൽ എനിക്കത് മതി. ബാക്കിയുള്ളതെല്ലാം ഇടയൻ്റെ കരങ്ങളിൽ ഭദ്രമാണ്. അതുകൊണ്ട് പ്രയാസപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട. നമ്മുടെ നല്ല ഇടയനായ കർത്താവ് നമ്മളെ നേർവഴിക്ക് നല്ല നിലത്ത് നയിക്കുന്നവനാണ്. നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. എൻ്റെ ആടുകളെ എൻ്റെ കയ്യിൽ നിന്നും ആരും പിടിച്ചു പറിക്കുകയില്ല എന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് പറയുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യഹോവയാം ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. യഹോവയാം ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. പച്ചിളമ്പുല്ലിൻ മൃദുശയ്യയിൽ അവരെന്നെ കിടത്തുന്നു. സ്വച്ഛതയാർന്നു ഉറവിങ്കലേക്ക് അവനെന്നെ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടില്ല. ഉന്നതനെന്നോട് കൂടെയുണ്ടല്ലോ, തന്നിടുന്ന ആശ്വാസം തൻ വടിമേൽ. ഉന്നതനെന്നോട് കൂടെയുണ്ടല്ലോ, തന്നിടുന്ന ആശ്വാസം തൻ വടിമേൽ. പ്രൈസ് ദി ലോർഡ്. യഹോവയാം ദൈവം നമ്മുടെ ഇടയനാണ്. നാം ദൈവത്താൽ നയിക്കപ്പെടേണ്ടതിന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വഴിയിതാകുന്നു എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന് നമ്മെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കാം. ആ ശബ്ദമനുസരിച്ച്, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് ഇടയായിത്തീരട്ടെ. പ്രിയരെ, ഈ ലോകത്തിലുള്ളതൊന്നും നമ്മെ ആശ്വസിപ്പിക്കില്ല. ഈ ലോകത്തിലുള്ളതെല്ലാം ക്ഷണികമാണ്. ഈ ലോകത്തിൽ നമ്മൾ എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും അതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ പോകേണ്ടി വരും. എന്നാൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു എങ്കിൽ ആ നിത്യതയിൽ നമ്മുടെ പ്രിയനായ കർത്താവിനോടൊരുമിച്ച് നമുക്ക് വസിക്കാം. അതിൽ വലുത് നമുക്ക് എന്തുണ്ട്? അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള താൽക്കാലികമായ സുഖങ്ങളിലാവരുത് നമ്മുടെ കണ്ണ്. ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മളെ നടത്തും. പുനമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ നമുക്കിടയാകട്ടെ. അതോടുകൂടി നമുക്ക് വേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്തെല്ലാം ആഗ്രഹിക്കുന്നു അതെല്ലാം നമുക്ക് തന്ന് നമ്മളെ ദൈവം നടത്തും. ആ നല്ലിടയൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സങ്കീർത്തനം 95:6 ദൈവവചനം പറയുന്നു, ദൈവത്തെ ആരാധിക്കേണ്ടതിനായിട്ട് ദൈവം നമ്മെ സൃഷ്ടിച്ചു. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പാകെ മുട്ടുകുത്തുക. സൃഷ്ടാവായ യഹോവയെ നമ്മൾ ആരാധിക്കണം. ഹല്ലേലൂയ. കർത്താവിനെ ആരാധന കൊതിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല. നമ്മൾ ആരാധിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ മഹത്വത്തിന് യാതൊരു കുറവും വരത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ മഹത്വത്തെ ഓർക്കുമ്പോൾ നമ്മളെങ്ങനെ ആരാധിക്കാതിരിക്കും? വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പാകെ മുട്ടുകുത്തുക. ദൈവം നമ്മെ ഇന്നയോളം നടത്തി ഇന്നും ശ്രേഷ്ഠമായിട്ട് ഈ ദൈവസന്നിധിയിലിരിക്കുവാൻ നമുക്കിടയായല്ലോ. നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം.
അനേകം പേർക്ക് ഈ സത്യദൈവത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അനേകം പേർക്ക് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നില്ല. അന്യദൈവ ആരാധനയിലും വിഗ്രഹാരാധനയിലുമൊക്കെ പലരും വീണുപോയിരിക്കുമ്പോൾ ഏകസത്യ ദൈവത്തെ അറിയുവാൻ നമുക്ക് ദൈവം കൃപ തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പാകെ മുട്ടുകുത്തുക. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ ദൈവം ഇത്രത്തോളം അനുവദിച്ചല്ലോ, സഹായിച്ചല്ലോ. ഉൽപ്പത്തി പുസ്തകം 2:17 നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ദൈവം നമ്മളെ സൃഷ്ടിച്ചതാണ്. തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് കൽപ്പിച്ചതിലൂടെ ദൈവം മനുഷ്യന് ഒരു നിയമം നൽകിയിരുന്നു. ദൈവം നൽകിയിരിക്കുന്ന നിയമപുസ്തകമാണ് വിശുദ്ധ ബൈബിളെന്ന് നമുക്കറിയാം. അത് വെറുതെ വായിക്കുക എന്നുള്ളതോ വെറുതെ കേൾക്കുക എന്നുള്ളതോ അല്ല, അതനുസരിക്കാനുള്ളതാണ്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നെങ്കിൽ നമ്മളൊരു ബലി അർപ്പിക്കുന്നതിനേക്കാൾ അത് ശ്രേഷ്ഠമാണ്. നമുക്കറിയാം, ഇപ്പോൾ പുതിയ നിയമത്തിൽ നമുക്ക് വേറെ ബലികളൊന്നുമില്ല. പഴയ നിയമത്തിലായിരുന്നു ബലിയർപ്പണങ്ങളും യാഗങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് ഏക ബലിയായി അർപ്പിക്കപ്പെട്ടതുകൊണ്ട്, ഏക യാഗമായി അർപ്പിക്കപ്പെട്ടതുകൊണ്ട് ഇനി നമുക്ക് യാഗമൊന്നുമില്ല. നമ്മളെ തന്നെ ഒരു യാഗമായി ദൈവത്തിനങ്ങ് സമർപ്പിച്ചാൽ മതി. ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് വേണ്ടി അനേകർ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. എന്നാൽ പല കാര്യങ്ങളിലും അവർക്ക് ദൈവത്തെ പൂർണ്ണമായിട്ടും അനുസരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വെള്ളത്തിൽ വരച്ച വര പോലെ പല പ്രവൃത്തികളും ആയിപ്പോവുകയാണ്. നമ്മളും അതിൽ നിന്ന് ഒഴിവുള്ളവരല്ല. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ നിന്നെ അനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു, എന്നെ അതിനായി സഹായിക്കണമേ. ഒരിക്കൽ കൂടി ദൈവസന്നിധി നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് വീണ്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം ഇന്നിവിടെ അവസാനിക്കുമ്പോൾ ദൈവം നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ, അതെല്ലാം അനുസരിച്ച് ജീവിക്കുവാൻ നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് താഴ്ത്തി കൊടുത്തിട്ട്, ദൈവമേ എന്നെ സഹായിക്കണം, ദൈവമേ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ഈ സന്ദേശം അവസാനിപ്പിക്കാം. ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ. വീണ്ടും തമ്മിൽ കാണുവോളം കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ കർത്താവ് നമ്മളെ മറയ്ക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ.